സ്പാച്ച്കോക്ക് ചിക്കൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് സ്പാച്ച്കോക്ക് മീൻസ് ഇപ്പം നമ്മൾ ഇതേ ചിക്കൻ്റെ ഈ ബാക്ക് ബോൺ ഇല്ലേ, ബാക്ക് ബോൺ ഞാൻ എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഓക്കെ, ബാക്ക് ബോൺ മാറ്റുമ്പോൾ അതിങ്ങനെ ഫ്ലാറ്റ് ആവും. അങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കനാണ് സ്പാച്ച്കോക്ക് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചിക്കനെ ക്ലീൻ ചെയ്ത് ഇതേ ബാക്ക് ബോണൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെച്ചേക്കുക. പിന്നെ ഇത് ഞാൻ നമ്മുടെ കേരള സ്റ്റൈലിലെ മസാലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഇയറിനും ഒക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യാം. അത് ബാക്ക് ബോൺ എടുത്ത് കളഞ്ഞേക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് ഇരിക്കുക. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും സാൾട്ടും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവാം. കുറച്ച് 2-3 സ്ലിറ്റ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ലെമൺ ജ്യൂസ് ഇതിനകത്ത് 2 സൈഡിലും ഞാൻ സ്ലിറ്റ് ഇട്ടിട്ടുണ്ട് തിരിച്ചും. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യണം. ചിലപ്പോൾ ഇതിങ്ങനെ ഫ്ലാറ്റായിരിക്കുന്നതുകൊണ്ട് വേഗത്തിൽ ഇത് പീസാവും. അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് 2 സൈഡിലും തിരിച്ചിട്ട് 2-3 സ്ലിറ്റ്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് സ്ലിറ്റ് ഇട്ട് പിന്നെ ഞാൻ ലെമൺ ജ്യൂസ് ഇപ്പം ഇതിനകത്തിട്ട് ഇനി കുറച്ച് സാൾട്ട് ഞാനിങ്ങനെ എല്ലാം നന്നായിട്ട് പെരട്ടി കൊടുക്കാൻ പോയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ലെമൺ ജ്യൂസും സാൾട്ടും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അലുമിനിയം ഫോയിൽ കൊണ്ട് അടച്ച് നമുക്കിതിനെ ഇവിടെ വെക്കാം. അപ്പോഴത്തേക്കും നമുക്കിത് ഈ മസാല കൂട്ടെടുത്ത് വെച്ചിരിക്കണം പോയിട്ട് വറുത്തിട്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന സ്പാച്ച്കോക്ക് ചിക്കനൊക്കെ, അതുകൊണ്ട് ഞാൻ മസാലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിൽ ഉണ്ടാക്കും. ഇതിപ്പം നമ്മുടെ സ്റ്റൈലിൽ ഇങ്ങനെ ജസ്റ്റ് ഫ്ലാറ്റ് ആക്കുന്നതേ ഉള്ളൂ. മസാലക്കൂട്ടും ഇതിനകത്ത് കുറച്ച് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സിനമൺ, കൂടുതൽ പെരിഞ്ജീരകമുണ്ട്, ക്ലോവ്സ്, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനസ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് ഓൾ സ്പൈസസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല, അറിയാമോ? ഓൾ സ്പൈസസ്, അതെ, അതിൻ്റെ 2-3 ഇതാ ഓൾ സ്പൈസസ്. അതിൻ്റെ 2-3 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പീച്ച് ബേ ലീഫ്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇതാണെങ്കിൽ മേത്തി ലീഫില്ല, അത് ഡ്രൈ ആയിട്ട് ഉള്ളതാണ് ഇത്. അപ്പം ഇത് ഇത്രയും എടുത്ത് വെച്ചേക്കുക. ഞാൻ ആദ്യം ഇത് മസാലയെല്ലാം കൂടെ വറുത്തിട്ടൊന്ന് പൊടിക്കാനിരിക്കാം. ഈ മേത്തി ലീഫ് അതിനകത്ത് പിന്നെ ലാസ്റ്റ് ഇടത്തേ ഉള്ളൂ, അത് ഇട്ട് വറുക്കത്തില്ല. ഹോട്ടായിട്ടിരിക്കുന്ന മസാലയ്ക്കകത്തോട്ട് ഈ മേത്തി ലീഫ് ഒന്ന് എടുത്തിടും, അങ്ങനെ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിത് ഒന്ന് വറുത്ത് പൊടിക്കാൻ പോവാം. പിന്നെ ഇടുന്ന മസാല വെച്ചാൽ കുറച്ച് ടർമറിക് പൗഡറും ചില്ലി പൗഡർ, ഇത് എരിവുള്ളതാണ്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി. ഓക്കെ, ഇത്രയും. അപ്പോൾ ആദ്യം നമ്മൾ ആ മസാല കൂട്ട് വറുത്തിട്ട് പൊടിക്കണം. പൊടിച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ചൊക്കെ ഉള്ളു, മിക്സിയിലിട്ട് പൊടിക്കുമ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ജാറിൻ്റെ അടിയിൽ പറ്റാനുള്ളത്. ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. അത് കഴിയുമ്പം നമുക്കിത് ഇതും കൂടി ഇന്ന് അടിക്കണം. കുറച്ച് ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും 2 ഗാർലിക്കും, കറി ലീഫ്, ഒരു ഗ്രീൻ ചില്ലിയും ഓണിയനും എടുത്ത് വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ കൂടെ നമുക്ക് അടിച്ചെടുക്കണം. ഇപ്പോൾ ആദ്യം വറുത്തിട്ട് അടിക്കുമ്പോൾ ഈ പൊടിയും കൂടിയിട്ട് അടിച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് അതിനകത്ത് ഇട്ടിട്ട് മിക്സിയിലിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് യോഗട്ടില്ല, തൈര് കുറച്ച് കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് പുരട്ടി വെക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ ഒന്ന് കവർ ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ വറുത്ത് പൊടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഓക്കെ, ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മസാല ചൂടാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ മസാല എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം സിനമണൊക്കെ ഒത്തിരി ഇടണമെന്നൊന്നുമില്ല, ഒക്കെ കുറച്ച് ഇട്ടാൽ മതി മസാലകൾ. കുറച്ച് സിനമണും പെരിഞ്ജീരകം കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉണ്ടാക്കുമ്പം ഈ ചിക്കൻ ഫ്രൈ പോലൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉണ്ടാക്കുമ്പം ചൂടായി ഞാനിത് ഇതിട്ട് കൊടുത്ത് ഇതിപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കില്ല നമ്മൾ. ഇതിപ്പം ചൂടായിട്ടുണ്ട്, ഞാനിത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം.
മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ മറ്റേ അത് കുറച്ചല്ലേ ഉള്ളൂ മസാലയുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ഇതുകൂടെ എൻ്റെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അപ്പം അത് പൊടിഞ്ഞ് വരും. പിന്നെ ഇതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. ഇത് മസാല പൊടിച്ചപ്പോൾ ഞാൻ ബാക്കിയുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടർമറിക് പൗഡർ മാത്രം ഞാൻ ഇട്ടിട്ടില്ല, അത് പിന്നെ നമുക്കിടാം. ഇതിപ്പോൾ അത് പൊടിച്ചതാ ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും അതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാം. ഇതെങ്ങനെ അടിച്ചെടുക്കുമ്പം കുറച്ചല്ലേ ഉള്ളൂ. ഇതപ്പം നന്നായിട്ട് അരിഞ്ഞ് വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൈരില്ലേ, യോഗട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വേണമെങ്കിൽ കുറച്ചിനകത്ത് ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരിഞ്ഞ് വരും. ഗാർലിക്കും ജിഞ്ചറും മറ്റേ ആ എടുത്ത് വെച്ചിരുന്ന ഗ്രീൻ ചില്ലിയും കറി ലീഫ് എല്ലാം ഞാൻ ഇന്ന് കുറച്ച് തൈര് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ച മസാലയും ഈ ടർമറിക് പൗഡറൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് യോഗട്ട് തൈരൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് സാൾട്ടും ഇടാം. ഇത് പൊടിച്ച് വെച്ച മസാലയും പിന്നെ ഗ്രൈൻഡ് ചെയ്ത ജിഞ്ചറും ഗാർലിക് പേസ്റ്റും പിന്നെ ബാക്കിയുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ അതിൻ്റെ കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇപ്പോൾ അരമണിക്കൂർ ഞാൻ ആ ലെമണും ഉപ്പും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് അതിൻ്റെ പുറത്തൊന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പം ബാക്കി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ആ ഗാർലിക്കും ജിഞ്ചറൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. കുറച്ച് യോഗട്ടും ചേർത്തപ്പം നന്നായിട്ട് അരിഞ്ഞു വരും. പിന്നെ ഈ ബാക്കിയുള്ള പൊടിയും കൂടെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്കത് ഈ ചിക്കനകത്ത് പുരട്ടി കൊടുക്കാം. ഇതിപ്പം ഞാൻ നന്നായിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ തലേന്നൊക്കെ എടുത്തിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചാൽ നെക്സ്റ്റ് ഡേയിൽ ലഞ്ചിനൊക്കെ എടുത്ത് ഉണ്ടാക്കാം. അതല്ല ഇപ്പം ന്യൂ ഇയറിനൊക്കെ ചെറിയ ചെറിയ പാർട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ മോർണിംഗിലൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈവനിങ് ആകുമ്പോൾ എടുത്ത് ഇത് ഗ്രില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പം ഗ്രില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ പാൻ ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിപ്പം ഞാൻ നൈറ്റിൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണം, നാളെ ലഞ്ച് ആകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ന്യൂ ഇയറിനൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ നമുക്ക് ഇതുപോലെ നേരത്തെ മോർണിംഗിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈവനിങ്ങിൽ പാർട്ടിക്കൊക്കെ ഇതുപോലെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ അടച്ച് ഒരു എന്തെങ്കിലും അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഓക്കെ, നാളെ ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എന്തെങ്കിലും ഒന്നൊഴിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുക. 6 to 12 hours ഒക്കെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 12 hours മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്, ഫ്രിഡ്ജിലിരുന്നതാണ്. ഇനിയിപ്പം ഞാനിത് കുറച്ച് എന്തെങ്കിലും ഒരു ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒന്ന് പുരട്ടിയിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളെപ്പോഴും എന്തെങ്കിലും ഒരു കവർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. ഓക്കെ, ഞാനിതൊരു അലുമിനിയം ഫോയിൽ നന്നായിട്ട് പൊതിഞ്ഞാണ് വെച്ചിരുന്നത്. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കോ, വേണമെങ്കിൽ ഒരു കുറച്ച് അരമണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് എടുത്ത് ഗ്രില്ല് ചെയ്യാം. ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് എടുത്ത് ഗ്രില്ല് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ഓൺ ചെയ്ത് അതൊരു 400 ആകുമ്പോൾ നമുക്ക് എടുത്തിട്ട് വെക്കാം. ഇതിപ്പോൾ 400 ആയിട്ടുണ്ട്. ഞാനിതെടുത്ത് ഗ്രില്ല് ചെയ്യാൻ പോവാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഗ്രില്ലിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് നോക്കാം. 400 വെച്ചിന് ഒത്തിരി ഇപ്പം ചൂട് തോന്നുമെങ്കിൽ നിങ്ങൾ കുറച്ച് ടെമ്പറേച്ചർ കുറച്ചിട്ട് മീഡിയത്തിൽ കൊണ്ട് വെക്കുക. ഓക്കെ, ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയായിട്ട്. ഇത് 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് പിന്നെ ഒരു 8 മിനിറ്റ് കൂടെ തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ 8 മിനിറ്റ് ഞാൻ മറ്റേ സൈഡിട്ട് ഇനിയിപ്പോൾ ഒരു 8 മിനിറ്റ്
തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് വേവിക്കാം. ഇങ്ങനെ ഇതിവിടെ നിന്ന് ആവുന്നുണ്ട്. ഞാൻ ആദ്യം വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വെച്ച് ഈ സൈഡ് വേവിച്ചു, പിന്നെ തിരിച്ചിട്ട് മറ്റേ സൈഡും 8 മിനിറ്റ് വെച്ചു. ഓക്കെ, പിന്നെ ഒന്നുകൂടി ഞാൻ തിരിച്ചിട്ട് വെക്കുക, ചെറിയ ഫ്ലെയിം വെച്ചിട്ട്. ഓക്കെ, ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് പയ്യെ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതങ്ങനെ സ്പാച്ച്കോക്ക് ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നല്ല വെന്തിൻ്റെ ഇങ്ങനെ തണുപ്പ് വെന്തി വയ്ക്കുക. ഞാനിത് വോൾ ചിക്കനാണ്, സ്പാച്ച്കോക്ക് ചിക്കനിന് വോൾ ചിക്കനാണ് യൂസ് ചെയ്യേണ്ടത്, എനിക്കറിയാമല്ലോ. പിന്നെ ബാക്ക് ബോൺ എടുത്തിട്ട് അതുകൊണ്ട് അങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം വെന്ത് കഴിഞ്ഞുണ്ട്. ഒത്തിരി കരിയിച്ച് നമ്മൾ എടുക്കണ്ട. ഇതങ്ങനെ സ്പാച്ച്കോക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഗ്രില്ലിൽ നിന്ന് ഇപ്പോൾ എടുത്തൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെ. ഇത് ഞാനൊരു 8 മിനിറ്റ് വെച്ച് 2 സൈഡും ഒന്ന് വേവിച്ച്, പിന്നെയും ഒന്ന് 8 മിനിറ്റ് വെച്ച്, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത്. ഇപ്പം നിങ്ങളുടെ ഗ്രില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു വലിയ പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഇട്ടിട്ട് നമുക്ക് ചിക്കനെ വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു 30 മിനിറ്റ്സ് ഒക്കെ 2 സൈഡും തിരിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇതുപോലെ കുറച്ച് ഓയിൽ നമ്മൾ പെരട്ടുമല്ലോ, അപ്പോൾ ഇതുപോലെ ഗ്രില്ല് ചെയ്ത് വന്ന പോലെ വരും. ഓക്കെ, നിങ്ങൾ ഇതുപോലെ ഒരു സ്പാച്ച്കോക്ക് ചിക്കനെ ന്യൂ ഇയറിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ന്യൂ ഇയറിനൊക്കെ മോർണിംഗിലൊക്കെ പെരട്ടി വെച്ചിട്ട് ഈവനിങ് ആകുമ്പം നമുക്കിത് ഗ്രില്ല് ചെയ്യോ ബേക്ക് ചെയ്യോ ഓയിൽ പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമോ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യപ്പോൾ ഇതുപോലെ സ്പാച്ച്കോക്ക് ചിക്കൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് റിയലി യമ്മി ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് ശരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ന്യൂ ഇയർ നിങ്ങൾ ഇതുപോലൊക്കെ ഒരു സ്പാച്ച്കോക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക, റിയലി യമ്മി ആയിരിക്കും. ഓക്കെ, ബൈ.